നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6th chapter 9th ശ്ലോക. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 409 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ശ്രീഭാഗവത പീയൂഷ പാനായ രസലംബടാഃ ഭവന്തശ്ച സദാശീഘ്രം ആയാത പ്രേമതൽപരാ. ശ്രീഭാഗവത പീയൂഷ പാനായ രസലംബടാ ഭവന്തശ്ച തദാശീഘ്രം ആയാത പ്രേമതൽപരാ. ഓം തത്സത്. അവർ തുടർന്ന് പറയുകയാണ്. ശ്രീമദ് മഹാഭാഗവതം 7 ദിവസമുണ്ട് വരണം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അപൂർവമായിട്ടുള്ള ആ സമാജത്തിൽ, ആ സമ്മേളനത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവത കഥാപ്രസംഗം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഈ ശ്ലോകത്തിൽ, ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ കഥാരൂപമായ അമൃതത്തെ പാനം ചെയ്യാൻ, അതായത് കുടിക്കുവാൻ വേണ്ടി രസികന്മാരായ നിങ്ങൾ പ്രേമത്തോടുകൂടി കഥാവിഷയത്തിൽ താല്പര്യത്തോടുകൂടി വേഗം വരേണം എന്ന് പറയുകയാണ്. എത്രയും വേഗം പറ്റുമോ അത്രയും വേഗം ഇവിടെ എത്തിച്ചേരണം. ശ്രീമദ് മഹാഭാഗവതത്തെ അമൃതം എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ദേവന്മാർ വന്ന് ഞങ്ങൾ അമൃത തരാം, ഈ ശ്രീമദ് മഹാഭാഗവത കഥ ദേവലോകത്തേക്ക് കൊണ്ടുപോരുവാനായി തരൂ എന്ന് പറഞ്ഞപ്പോൾ, അമൃതത്തിനേക്കാൾ അമൃതമാണിത്, അമൃതത്തിന് പകരം ഇത് തരാൻ പറ്റില്ല എന്ന് പറയുകയുണ്ടായി. ശൗനകാദികൾ കഥ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയ്ക്കും അമൃതത്തേക്കാൾ അമൃതമായ ഈ കഥാരൂപത്തെ, ശ്രീമദ് മഹാഭാഗവത കഥാരൂപത്തെ പാലം ചെയ്യാൻ, അമൃതായതുകൊണ്ടാണ് കുടിക്കാൻ എന്ന് പറയുന്നത്, പാനം ചെയ്യുവാൻ അതിൽ രസികന്മാരായിട്ടുള്ള ഭഗവാനിൽ താല്പര്യമുള്ള, ഭഗവാനോട് പ്രേമമുള്ള നിങ്ങളെല്ലാവരും എത്രയും വേഗം ഇവിടെ എത്തിച്ചേരണം എന്ന് ആ ക്ഷണക്കത്ത് എഴുതുന്നതിൻ്റെ വിധമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു മാതൃകയായി നമുക്ക് എല്ലാ കാര്യത്തിലും എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഒരു ക്ഷണക്കത്ത് എഴുതേണ്ടതെന്ന് ആ കാലത്ത് തന്നെ വ്യാസമുനി എഴുതി വച്ചിരിക്കുകയാണ്. സനകാദികൾ നാരദാദികളെ ഉപദേശിക്കുന്നതുമാതിരി പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു ക്ഷണക്കത്ത് എഴുതേണ്ടത് എന്ന്. ശ്രീമദ് മഹാഭാഗവതമാകുന്ന അമൃതത്തെ പാനം ചെയ്യുവാൻ രസികന്മാരായ നിങ്ങൾ പ്രേമപൂർവ്വം എത്രയും വേഗം ഇവിടെ എത്തിച്ചേരേണ്ടതാണ് എന്നുകൂടി അതിൽ എഴുതണം. ബാക്കി വിഷയങ്ങളും അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നാളെ അനുസ്മരിക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഭാഗവത പീയൂഷ പാനായ രസലംബടാഃ ഭവന്തശ്ച സദാശീഘ്രം ആയാത പ്രേമതൽപരാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.